കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം യൂസ് ചെയ്യണം. ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നും ഓയിലി സ്കിന്നും ഓവറായിട്ട് നമ്മുടെ സ്കിന്നും. ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ആകാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നും ഓയിലി സ്കിന്നും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്സ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നോർമൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈയും നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്, കടലമാവ്. ഇത് നമ്മളുടെ സ്കിന്നിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സെൽസ് എല്ലാം മാറ്റാനും ഹെൽപ്പ് ചെയ്യും. കടലമാവ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഓവറായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് കൂടുതൽ മോയ്സ്ചറൈസേഷൻ കൊണ്ടുവരെ ഒന്നുമില്ല. ഒരു നോർമൽ ഡീസൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കടലമാവ്. അതുകൊണ്ട് തന്നെ കടലമാവ് നമ്മുടെ സ്കിന്നിലോട്ട് നമുക്ക് നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ കടലമാവ് ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് മുഖത്തിടാനായിട്ട് എത്രയാണോ ആവശ്യമുള്ളത് അതെടുക്കുക. ഒരു സ്പൂണൊക്കെ മതിയാവും, ഒരു കുഞ്ഞു സ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പാലാണ്. ഒട്ടും എസ്തെറ്റിക് അല്ലാത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള പാല് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അലർജി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ റോസ് വാട്ടർ എടുത്താലും മതി. എന്നുണ്ടെങ്കിൽ തൈരും യൂസ് ചെയ്യാം. പക്ഷെ നോർമൽ സ്കിന്നിന് തൈര് മേ ബി കുറച്ച് കൂടുതൽ മോയ്സ്ചറൈസിങ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് തൈരും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞളാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഒരു പിഞ്ച് മാത്രമാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. കാര്യം എന്താ വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ടിൻറ്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനാണ് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാല് കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് യൂസ് ചെയ്യാം. ബാക്കി നമുക്കിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇച്ചിരിയും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആക്കണം. കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനാക്കി മാറ്റിയെടുക്കാം. നല്ലോണം ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്രഷ് യൂസ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ബ്രഷ് ആണെങ്കിൽ കുറച്ച് മെസ്സ് കുറവായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, സ്കിൻ കെയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്കിൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സിറം ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ വീഡിയോയ്ക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ വന്നിട്ട് സിറം എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.